ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. ജിസയിൽ അനുമോൾ പ്രശ്നങ്ങൾ ഈ രാത്രിയും ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൂടിയായിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള കാപ്പിപ്പൊടി ജിസയിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ചോദ്യം ചെയ്തു, അപ്പാനിഷത്ത് അടക്കം. കാരണം കാപ്പിപ്പൊടിയൊക്കെ പോലത്തെ ഒരു ബേസിക് എസെൻഷ്യൽ സാധനം ഇങ്ങനെ എടുത്ത് സ്വന്തം യൂസിനായിട്ട് പൂഴ്ത്തി വെക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അതും ആ കാപ്പിപ്പൊടി വെച്ച് കാപ്പി ഇട്ട് കുടിക്കുകയും ചെയ്തു ഈ രാത്രി. സ്വാഭാവികമായിട്ടും അനുമോൾ ഈ ഒരു കാര്യം ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ജിസേൽ പറയുന്നു, അനുമോൾ സീൻ ഉണ്ടാക്കാൻ ആണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിലും വലിയ സീൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. CID പോയി ചെക്ക് ചെയ്യുക, എന്റെ ബെഡ് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ വെറുതെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടായിട്ടും ഈ രീതിയിൽ സംസാരിക്കുക, എല്ലാവരും പുറകെ നടന്ന് കാപ്പിപ്പൊടി ജിസേൽ എല്ലാവരും കാപ്പി കുടിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടും ആ ഒരു കോൺഫിഡൻസ് ഒട്ടും ചോർന്നു പോവാതെ ആ ഒരു കാപ്പിയും സിപ്പ് ചെയ്ത് ആ വഴിയോടെ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുക. ഇതൊക്കെ മലയാളി ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു ഫീമെയിലിന് മലയാളം ബിഗ് ബോസിൽ വന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ജിസേൽ എന്ന ഹാഫ് പഞ്ചാബി മലയാളി ഈ സീസണിൽ കൊടുക്കുന്ന ഒരു ഓറ. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ആ ഒരു സാധനം, ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് അന്യായമാണ്. ഒരു ബിഗ് ബോസിൽ മലയാളം ബിഗ് ബോസിൽ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഓറ കണ്ടിട്ടില്ല. സമ്മതിച്ചു പറ്റത്തുള്ളൂ. കള്ളത്തരം കാണിച്ച് കള്ളം പൊക്കിയിട്ടും ഒരു പതർച്ച പോലും ജിസേലിനില്ല. അന്ന് രാത്രി ആ ഒരു മേക്കപ്പിന്റെ കേസിലും ഇത് തന്നെയായിരുന്നു. എത്ര നേരം തർക്കിച്ചിട്ടാണ് ടിന്റ് ഉപയോഗിച്ചു എന്ന് ജിസേലിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് എന്നുള്ളത് അന്ന് ലൈവ് കണ്ടവർക്ക് അറിയാം. എന്തായാലും ആര്യനും റന ഫാത്തിമയും കൂടി ആ ഒരു കോഫി പൗഡർ മേക്കപ്പ് ഏരിയയിൽ നിന്നും എടുക്കുന്നുണ്ട്. ജിസേൽ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ക്യാപ്റ്റൻ നല്ല അഴിമതിക്കാരനായതിനാൽ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ടാണ് അതവിടെ നിന്ന് എടുക്കുന്നത്. ജിസേലിനോട് ചോദിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ലേലംന്നോ ലൈലാന്നോ മജ്നുന്നോ ഏതാണ്ടൊക്കെ ആര്യൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ആ വഴി. ലേലം വാങ്ങിച്ചെന്നോ എന്തോ. എന്നിട്ട് അത് മാറ്റി വെക്കും എന്നും പറയുന്നുണ്ട്. ആര്യനും ജിസേലും മാത്രം അവിടെ കാപ്പി കുടിച്ചാൽ മതി എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് പ്രധാന ലൈവ് അപ്ഡേറ്റ്സ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.